ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് വിദ്യാരംഭമാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട ദിവസമാണ്, പഠിച്ചു തുടങ്ങേണ്ട ദിവസമാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ഷാബു ഇന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ പറഞ്ഞു തന്നു. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വാക്കുകൾക്ക് ഇങ്ങനെയും അർത്ഥമുണ്ടെന്ന് മനസ്സിലായി. സോ ഷാബു, നമുക്ക് അതിലേക്ക് പോവാം. തീർച്ചയായിട്ടും നമ്മൾ ഈ വിദ്യാരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് അക്ഷരം കുറിക്കുക എന്നുള്ളതാണ്. അപ്പൊ അക്ഷരം കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലാണ്. ഒന്ന് അരിയിൽ എഴുതാറുണ്ട്, മണ്ണിൽ എഴുതാറുണ്ട്, അതുപോലെ കുട്ടികളെ ഈ സ്വർണം കൊണ്ട് തേനിൽ മുക്കി അവരുടെ നാവിൽ എഴുതാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറെ കാലമായിട്ട് ശീലിച്ചു വരുന്നു എന്നുള്ളത് മാത്രമേ പലർക്കും ആൻസർ ഉള്ളൂ. പക്ഷെ ഇത് വെറുതെ എഴുതുന്നതല്ല. നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നത് ആദ്യക്ഷരം കുറിക്കുന്നു. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷരം ഇല്ലാത്തതെന്നാണ് അതിന്റെ മീനിങ്. ക്ഷരം ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കാത്തതെന്നാണ്. നശിക്കാത്തതാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. ഈ നശിക്കാത്തതാണ് നമ്മൾ എഴുതുന്ന അരി. അത് ബ്രഹ്മമാണ്, അന്നമാണ്. അന്നം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മണ്ണിൽ എഴുതുക എന്ന് പറഞ്ഞാൽ മണ്ണെന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. അപ്പം ഒരിക്കലും നശിക്കാത്ത മണ്ണിൽ, ഒരിക്കലും നശിക്കാത്ത അന്നത്തിലൊക്കെയാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത് അക്ഷരം, നശിക്കാത്തത്. ഇനി നോക്ക്, നമ്മൾ തേനിൽ മുക്കി സ്വർണം കൊണ്ട് നാവിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനെന്ന് പറഞ്ഞാൽ മധുരമാണ്. ഈ നാവിൽ നിന്ന് വരുന്നതാണ് വാക്കുകൾ. ഈ വാക്കുകൾ മധുരമുള്ളതായിരിക്കണം. സ്വർണം നമുക്ക് സ്വർണം കൊണ്ട് എഴുതുക എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ വിലയുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പറയേണ്ട കാര്യം, അത്രയും വിലയുള്ളതാണ് സ്വർണം. അപ്പൊ അതുകൊണ്ട് നാവിൽ നിന്ന് വരുന്നത് അത്രയും വിലയുള്ള വാക്കായിരിക്കണം, മധുരമുള്ളതായിരിക്കണം. ആരെയും നിന്ദിക്കാൻ പാടില്ല, ആരെയും ഹർട്ട് ചെയ്യാൻ പാടില്ലാത്തതായിരിക്കണം. അപ്പൊ ഇങ്ങനെ അക്ഷരം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്ത അറിവ് പഠിക്കുക എന്നുള്ളതാണ്. അതപ്പോ ആദ്യക്ഷരം കുറിക്കുന്ന സമയത്ത് എപ്പോഴും ഓർമ്മയുണ്ടാകണം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഷാബു പറഞ്ഞത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഇരുട്ടിനെ അകറ്റുന്നവൻ എന്നാണ്, ഇഗ്നോറൻസിനെ ഇല്ലാതാക്കുന്നവൻ എന്നാണ്. അതായത് ജ്ഞാനത്തെ നമുക്ക് സംഭാവന തരുന്നവൻ എന്നാണ്, അറിവ് സമ്പാദിക്കുന്ന, അറിവ് തരുന്നവൻ. ഈ അറിവെന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. വെളിച്ചം തരുന്നു, മനസ്സ് തെളിച്ചമാകുന്നു. അതാണ് നമ്മളെ ഗുരു എന്ന സിനിമയ്ക്കകത്ത് ആ സിനിമയുടെ മുഴുവൻ തീമും ഗുരു എന്ന പേര് വന്നത് എന്താണെന്ന് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് അല്ലേ? ശരിക്കും ഇരുട്ട് മാറ്റിട്ട് വെളിച്ചം വരുന്നു. ഒരു സംഭവത്തിൽ നിന്ന് മാറി ഇത് നമ്മളുടെ ഒരു ട്രഡീഷനാണ്. നമ്മളിത് ചെയ്യുന്നതിന് പുറകിൽ ഇങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് എന്നുള്ളത് പിന്നെ ഉറപ്പായിട്ടും നമ്മൾ പഠിക്കുന്നത് വെളിച്ചത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് പിന്നെ ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാ മനുഷ്യരും ഈ വെളിച്ചത്തിലേക്ക് വരിക, ഇഗ്നോറൻസിനെ മാറ്റുക, അതിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് വരിക, അറിവിലേക്ക് വരിക.